ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വണ്ടി കാസർഗോഡ് പോയേക്കായിരുന്നു. നമ്മുടെ ചെക്കുച്ചാൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. സോ അതിന് വേണ്ടി ചെക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പരിപാടിയൊക്കെ കളറാക്കിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വേറെ സന്തോഷ വാർത്ത പറയാനുണ്ട്. വൈഫ് പ്രസവിച്ചു, ആങ്കൊച്ചാണ്. ഞാനൊരു വാപ്പ ഇരിക്കുന്നു. നിങ്ങളൊന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും ദുആ ചെയ്യും. അപ്പോൾ നമ്മൾ വണ്ടി വാഷ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിട്ട് പോയിട്ട് ബേബി ഓൺ ബോർഡ് കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു സ്റ്റിക്കർ അടിക്കാനുണ്ട്. ആ സ്റ്റിക്കറിൽ ബേബി ഓൺ ബോർഡ് എന്നല്ല ഞാൻ ആക്ച്വലി അടിക്കുന്നത്, വേറെ വെറൈറ്റി എന്തെങ്കിലും ഒരു തോട്ടായിട്ട് അടിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് വണ്ടി ആകെ ചെലയിട്ട് എടുക്കണം, അത് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ട് സ്റ്റിക്കർ അടിക്കുന്നത്. നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി നമ്മൾ ഇപ്പുറത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആകെ ചെളിയിട്ട് കിടക്കുകയാണ് കേട്ടോ, കാരണം കാസർഗോഡ് നിന്ന് ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. അങ്ങോട്ട് പോയത് ഡ്രൈവ് ചെയ്തിട്ടാണ്. സോ ചളിയാവും സ്വാഭാവികം. അപ്പോൾ അങ്ങനെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഓക്കെ, കാസർഗോഡ് ഉണ്ടായിരുന്നു ഒരു 2-3 ദിവസമല്ല, അതിൻ്റെ മേലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മുടെ വണ്ടി കണ്ടിട്ട് ഒരുപാട് പേര് കോണ്ടാക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് ആക്ച്വലി ഞാൻ ഉണ്ടായിരുന്നില്ല, വണ്ടി മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് വണ്ടി അവിടെ ഉള്ളൂ, നിങ്ങൾ വണ്ടി പോയി കണ്ടോ, ഞാൻ ഉണ്ടാവില്ല, നിങ്ങൾ ചെക്കുവിനെ വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ അവൻ ബിസി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ കാണാനുള്ള പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കോൾസ് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമ്മളെ വണ്ടി കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് വണ്ടി നിർത്താൻ പറയുക, അതുപോലെ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. അത് ഇപ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അതൊക്കെ എക്സ്പീരിയൻസ് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേ വണ്ടി ഇതാണിപ്പോൾ വണ്ടർ അവസ്ഥ, ആകെ ചളിയായിട്ട് കിടക്കുകയാണ്. ഈ സൈഡിലൊക്കെ കണ്ട, ഇതാണ് വണ്ടർ അവസ്ഥ, ആകെ മൊത്തത്തിൽ കച്ചറായിട്ട് കിടക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വന്നിട്ട് 2 ദിവസം ഇങ്ങനെ കിടന്നു. അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം നമുക്ക് കഴുകി ക്ലീനാക്കി എടുക്കാനുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഇരുണ്ടിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല കാറ്റൊക്കെ ആയിട്ട്. അങ്ങനെ അപ്പോൾ ഇത് ഫുള്ള് ക്ലീനാക്കി എടുക്കാനുണ്ട്. മെഷീനും കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. മെഷീനിൽ നമ്മൾ പ്രഷർ വാഷ് ചെയ്തിട്ട് ഫോമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതേ ഫോം അടിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ അതേ ടയർ ഫോം ഉണ്ട്, എല്ലാ ഐറ്റംസും റെഡിയാണ്. പിന്നെ നമ്മൾ ബേബി ഓൺ ബോർഡ് അറിയാമല്ലോ, നമ്മൾ ബാക്കിലാണ് അടിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ, വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ നമ്മളത് സെൻറ്ററിൽ ഇങ്ങനെ വലുതാക്കിയിട്ട് അടിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും വെറൈറ്റി ഒരു ടച്ചിലേക്ക് കൊണ്ടുവരണം. നോക്കാം, എന്തായാലും വാഷിങ് കഴിഞ്ഞിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പോയിട്ട് അടിക്കാനുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ നമുക്ക് വാഷിങ് തുടങ്ങാം. അതേ കാര്യം നമ്മളെ വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ വാഷിംഗ് ഒന്നും കാണിച്ചില്ല, വേറെ ഒന്നുമില്ല, ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. ഫുള്ള് വണ്ടി ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെ പോയി, ഫുൾ A to Z ക്ലീനായി. ഓക്കെ, നമ്മൾ ഇവിടെയാണ് സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങും. സോ വെയിറ്റ് ചെയ്തോ, ഇങ്ങനെ സെർച്ചിങ്ങിലാണ്, എന്തെങ്കിലും വെറൈറ്റി ആയിരിക്കും. നമ്മളിതേ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുകയാണ് റംഷാൻ്റെ അടുക്കെ പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ആക്ച്വലി ആ ഒരു തോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ അടിക്കേണ്ടതെന്ന്. സോ അത് നമ്മളവിടെ പോയിട്ട് ഫുള്ള് ഡിസൈൻ ചെയ്തിട്ട് നമ്മളത് അടിക്കും കേട്ടോ, ബാക്ക് ഗ്ലാസ്സിൽ. ഓക്കെ, ഒരു സെൻറ്റർ പോർഷനായിട്ട് അടിക്കാനുള്ളൊരു പ്ലാനാണ്. പിന്നെ സ്റ്റിയറിംഗ് വീല് ഞാൻ സ്ട്രെയിറ്റ് ആക്കി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റിയറിംഗ് വീല് ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരുന്നു, അത് ഞാൻ സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ചെക്കുവിന് കൊടുത്തു വരുന്ന ടൈമിൽ ഞാൻ സ്ട്രെയിറ്റ് ആക്കി സ്റ്റിയറിംഗ് വീല്. പിന്നെ അന്ന് രാത്രിയാണ് ഞാൻ ഇരുന്നിട്ട് ആക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണാഞ്ഞത്. ഇപ്പോൾ ഓക്കെയാണ്, ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇനി കാലിബർ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നല്ല, നമ്മൾ പോയി എടുത്തിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ അത് പോയി എടുത്ത് വന്നിട്ട് വീല് അയച്ചിട്ട് കാലിപ്പറിൻ്റെ ക്യാപ്പ് ഫിക്സ് ചെയ്തിട്ട് അതിന് ശേഷം അലൈൻമെൻറ്റ് ചെയ്യാണ്ട്. അലൈൻമെൻറ്റ് ചെയ്താൽ കുറച്ചും കൂടിയും ഒന്ന് സ്ട്രൈറ്റ് ആവാനുണ്ട് കേട്ടോ, കാരണം കുറച്ച് പൊടിക്ക് ഇങ്ങനെ ഇതാവുന്നുണ്ട്, ഒരു ചെറിയൊരു പോയിന്റ്. അപ്പോൾ അത് നമുക്ക് അലൈൻമെൻറ്റിലൂടെ ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു പണിയുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സൈലൻസറിൻ്റെ ഓൾറെഡി ഞാൻ സൈലൻസറിന് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കിലുക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ നിന്ന്. അപ്പോൾ ആ ഒരു കിലുക്കം കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഇപ്പോൾ വണ്ടി കൊണ്ടു നടക്കുമ്പോൾ ആകെ കിളിങ്ങിയിട്ട് ഭയങ്കര അലമ്പുണ്ട്. അത് വണ്ടർ സൗണ്ടല്ലേ കേൾക്കണം, ആ കിലുക്കാണ് കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് അത് നോക്കിയിട്ട് അത് ചെക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ആക്കണം.
അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ പരിപാടി സ്റ്റിക്കറാണ്. അത് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾക്ക് ഇറങ്ങുള്ളൂ. നമ്മളങ്ങനെ സ്റ്റിക്കർ അടിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. അതെ, റൈറ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ ഉദ്ദേശിച്ച ഷോപ്പ്. ഓക്കെ, നമുക്ക് ലെഫ്റ്റിൽ നിർത്തിയിട്ട് അവിടെ സ്പേസ് ഉണ്ടാക്കണം. വണ്ടി എടുത്താലുള്ള സ്പേസ് ഇല്ല അവിടെ. കണ്ടാ അവിടെ ബൈക്കോളം ഇരിക്കണ്ട. അവിടെ സ്പേസ് ഉണ്ടാക്കിയിട്ട് വേണം വണ്ടി അങ്ങോട്ട് കയറ്റിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആ ഡിസൈനും കാര്യങ്ങളും എങ്ങനെ അടിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കാഴ്ച നമ്മളിവിടെ എത്തി, ഫുൾ ഡിസൈൻ ചെയ്തു, അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇനി ഞാൻ വണ്ടി കൊണ്ടുപോയിട്ട് സമാധാനമായിട്ട് സ്ഥലത്തിട്ടിട്ട് ഞാൻ മൊത്തത്തിൽ കാണിച്ചാൽ. നമ്മളങ്ങനെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് നമ്മൾ സ്റ്റിക്കർ ഡിസൈൻ ചെയ്തു. കുറച്ച് നേരം ഇരുന്നിട്ട് അടിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ തിരക്കുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ആകെ തിരക്കായിരുന്നു. പിന്നെ റോട്ടിൽ ഇറങ്ങി നോക്കുമ്പോൾ ആകെ ഒച്ചപ്പാടും വേണം. വീഡിയോ എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നോയ്സ് ക്ലിയർ ആവണില്ല. ഞാൻ മൈക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വെച്ച് മറക്കും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്തായി, എനിക്ക് അവിടുത്തെ ഷോർട്സ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അവിടുത്തെ ചെറിയൊരു ഷോട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാമായിട്ടുള്ള പ്ലേസിൽ പോയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം എന്നുള്ള അങ്ങനെ വിചാരിച്ചു ഞാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തേക്കാണ്. പിന്നെ ഞാൻ വീഡിയോ എടുത്തതിൽ ഫസ്റ്റ് വേറൊരു എംബ്ലമാണ്, സെക്കൻഡ് ഞാൻ മാറ്റി അടിപ്പിച്ചു. അത് വേറെ ഒരെണ്ണം വൃത്തിയില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി അടിപ്പിച്ചു. അങ്ങനെ അപ്പോൾ ഒരു വെറൈറ്റി ഒരു ടോട്ടൽ തന്നെ അടിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ നോക്കി എന്താണ് അവസ്ഥ, എങ്ങനെയാണ് അവസ്ഥ എന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സൗണ്ട് വരുന്നത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആഷിഖിൻ്റെ ഷോപ്പിൽ കയറ്റി ഞാൻ ലിഫ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മുടെ റെസിനേറ്ററിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ട് ആ എന്താ പറയുക, ഉള്ളിൽ മറ്റേ ഫിൽറ്റർ പോലത്തെ സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം പൊട്ടിപ്പൊടിയായിട്ടുള്ള സൗണ്ടാണ് ആ സൗണ്ട് കേൾക്കണത്. ആ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം, നോക്കിട്ടാ. ഞാൻ ഈ ഗ്ലാസ് ഇറക്കുമ്പോൾ നോക്കി നോക്ക്. അല്ല, ഒരു കിലി 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 എന്നുള്ള സൗണ്ട്. അത് ആക്ച്വലി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര അലമ്പുണ്ട് അത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കിയേ പറ്റുള്ളൂ. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ റെസിനേറ്റർ പണിയിപ്പിക്കും. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഫുൾ സിസ്റ്റമാണ് ഇപ്പോൾ ഇതിൽ ഇരിക്കുന്നത്, നമ്മുടെ വണ്ടിയിൽ ഇരിക്കണത്. അത് ആഫ്റ്റർ മാർക്കറ്റ് ഈ ഒരു സെയിം ബാസ് കിട്ടും വെച്ചാൽ ഹെഡർ അവിടെ നിർത്തിയിട്ട് ബാക്കി അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡൗൺ പൈപ്പിൻ്റെ അവിടുന്ന് ബാക്ക് വരെ എൻഡ് ക്യാം വരെ നമ്മൾ ഫുൾ സിസ്റ്റം മേടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഒന്നിനെങ്കിൽ അത് ചെയ്യും, അതല്ലെങ്കിൽ ഞാൻ സിബിആറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് റെസിനേറ്റർ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് ചെയ്യും. പക്ഷേ റെസിനേറ്റർ ക്ലിയർ ആക്കി ഇപ്പോൾ എന്താ പറയുക, കസ്റ്റം ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഒരു സൗണ്ട് കിട്ടുമെന്നൊക്കെ തോന്നണില്ല, ഈ ഒരു വൃത്തിയുടെ സൗണ്ട് കിട്ടുമെന്നൊക്കെ തോന്നണില്ല. എന്നാലും നോക്കി നോക്കാം, അതിനി പ്ലാൻ പോലെ ചെയ്യണം. അതിന് വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. പിന്നെ അപ്പോൾ അതങ്ങനെ ഭയങ്കര അലമ്പുണ്ട്. വണ്ടി എടുത്തിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, അജാതി അലമ്പുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിക്കർ ഞാൻ എന്തായാലും ഒന്ന് വീട്ടിലെത്തിയ പാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടിട്ട് കമൻറ്റിൽ അറിയിക്കണം എങ്ങനെയുണ്ട്, എന്താ അവസ്ഥ. ആ ബാഗേറ് സൺറൂഫ് ഇല്ലടാ, സൺറൂഫ് വർക്ക് ആവണില്ല. അടച്ചോ? നിങ്ങൾ എവിടുക്കപ്പോ? ലൈസ് കാർഡ് വീട് വരെ. അപ്പൊ അവിടുന്ന് എങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വരിക? ലൈസ്ക ഞാനല്ലേ, എന്റെ വീട് വരെ. എന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ വരും നിങ്ങള്? ആ, റിബൺ മേടിച്ചിട്ട് കൊണ്ടുപോവാ. വണ്ടി പൊട്ടിക്കണോ? പാടത്തിന്റെ അവിടെ തട്ടുന്നിട്ട് പൊട്ടിക്കാം. നിങ്ങൾ പിന്നെ വീട് വരെ വന്നാല് നിങ്ങളെങ്ങനെ പോവാ? നിങ്ങളെങ്ങനെ വരുമോ? നടന്നു വരുവേ? എത്ര ദൂരാ? നല്ല ദൂരണ്ട്. ആ, എന്നാ കഴിഞ്ഞ ആഴ്ച. പേരിട്ടില്ലടാ, പേര് എന്റെ വീട്ടിക്കാ കൊറേ ഉണ്ട്. നിങ്ങളെങ്ങനെ വരിക? ഓടി നടന്നു വരുമോ? താറില്ല, താറ് കൊടുത്തു, വിറ്റു. ഇവിടെ പൊട്ടിക്കണോ? ഞാനുണ്ട്. പൊട്ടിച്ച സീനോ? തീ കത്തിക്കില്ല, തീ ഇല്ല നമ്മുടെ തീ വരും. ആരാ പറഞ്ഞേ?
ഇതാണ് അമ്മകള് മസ്താങ് ദുബൈയില്. മസ്താങ് കൊണ്ടുവരണോ? ഉള്ളൊരു രക്ഷയില്ലടാ. പൊട്ടിക്ക് ഇതാടാ ബാക്കിൽ പോയി നിൽക്കണ. പിള്ളേര് പൊട്ടിക്കാൻ പറഞ്ഞിട്ട് പൊട്ടിയാട്ടോ ഞെട്ടി പാവകള്. നല്ല കവരൊക്കെ നോക്കണ്ട്. സീരന്നെ മക്കളൊരു രക്ഷയില്ല കേട്ടോ. വണ്ടി ഭ്രാന്തന്മാരാണ് അവര്. അതൊക്കെ വലുതാവുമ്പോ ഈ ഭ്രാന്ത് ഉണ്ടായാൽ മതി. അതാണ് നമ്മളൊക്കെ ഒരു ആഗ്രഹം. ഇങ്ങനെ വണ്ടിയുടെ മുകളിൽ ഭ്രാന്തായിട്ട് പൈസ മൊത്തം വണ്ടിയുടെ മുകളിൽ ഇറക്കുക, വേറെ ഒന്നിൽക്കും ഡ്രഗ്സിൽക്കൊന്നും പോകാതിരിക്കുക. അതൊക്കെയാണ് ഏറ്റവും നല്ലത്. ബെറ്റർ അതാ. അതിൽ കാശ് നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചത് കാണിച്ചു തരാം. കണ്ടിട്ട് നിങ്ങൾ പറയണം എങ്ങനെയുണ്ട്, എന്താ അവസ്ഥ എന്ന്. ഓക്കെ, വണ്ടി കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നോക്കട്ടാ. എങ്ങനെയുണ്ട്? ദാറ്റ്സ് ടൈനി കോ ഡ്രൈവർ ഓൺ ബോർഡ്. നൈസായില്ലേ? ഇങ്ങനത്തെ സംതിങ് വെറൈറ്റി എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് കിട്ടിയതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നൈസായി, മാഷാ അല്ലാഹ്. പിന്നെ സ്പോയിലർ ഇരിക്കുന്നതുകൊണ്ട് ചെറിയൊരു വ്യൂ കുറവുണ്ട്. പക്ഷേ ഈ ഒരു താഴ്ചയുള്ള വണ്ടിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാലാണ് അത് കാണായിക്കൊള്ളൂ. കാരണം ഈ വണ്ടി ഇങ്ങനെ ഓവറായിട്ട് പോകുമ്പോൾ ഏത് വണ്ടിയിൽ നോക്കി കഴിഞ്ഞാലും കാണും കേട്ടോ. അപ്പോൾ കാണില്ല എന്നുള്ളൊരു ഇഷ്യൂ ഇല്ല. ഞാനത് ആദ്യം ആലോചിച്ച് അടിക്കുന്ന ടൈമിൽ പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് കുറച്ചൊരു ഹൈറ്റുള്ള വണ്ടിയിൽ, അതായത് ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് ഇരുന്നാൽ പോലും നമുക്ക് ആക്ച്വലി ആ ഒരു സ്റ്റിക്കർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മളത് നോക്കി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിച്ചതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ ഇതുകൊണ്ട് നിങ്ങൾ ശരിക്കും കാണാത്തതാണ്. ആക്ച്വലി കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ ലോങ്ങിൽ പോയി കഴിഞ്ഞാലും ലോങ്ങിൽ നിന്നും കാണും കണ്ടോ അങ്ങനെ. അപ്പോൾ എന്തായാലും ഒരാഗ്രഹം പോലെ ഞാനത് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നൈസായി. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയുണ്ട്, എന്താണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ അടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിൽ സൈലൻസർ ക്ലിയർ ആക്കാനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട്. പിന്നെ കാലിപ്പർ കൊണ്ടുവന്നിട്ട് ആ കാലിപ്പർ നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ട്, അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ വഴിയ വീഡിയോസ് വരും. വെയിറ്റ് ചെയ്തോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.